എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇന്ത്യൻ മുത്തശ്ശി നേരെ ദേവമംഗലത്തേക്ക് നോക്കി നിൽക്കുകയാണ്. കുറെ സമയമായാലും ഇതുവരെയായിട്ടും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി അകത്ത് ഇത് എന്തെടുക്കുക. അപ്പോഴേക്കുമാണ് നന്ദിത അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദിത വന്നിട്ട് അമ്മേ, അമ്മ ഇത് അവിടെ എന്തെടുക്കുവാന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാൻ പെട്ടെന്ന് ഇന്ദിരാമ്മ അങ്ങോട്ട് വരുവാണ്. ഞാൻ ഗോമതിനെ ഒന്ന് നോക്കിയതാന്ന് പറയാണ്. ഗോമതി ചേച്ചിന് എന്തിനാ ഇപ്പൊ ഗോമതി ചേച്ചിനെ നോക്കുന്നത്? അല്ല അവളെ പുറത്തേക്കൊന്നും കാണുന്നില്ല, രാവിലെ മുതൽ പുറത്തേക്ക് കാണുന്നില്ല. ചേച്ചി അകത്ത് എന്തെങ്കിലും പണിയായിരിക്കും. ഇല്ലെന്നേ, എന്ത് പണിയാണെങ്കിലും എന്ത് തിരക്കാണെങ്കിലും അവള് ഇടയ്ക്കൊന്ന് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങും, ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കും. ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് കേട്ടതും നന്ദിത പറഞ്ഞു, പോമ്മേ, അതുപോലെ നോക്കേണ്ട കാര്യം എന്താ? അന്ന് നിനക്കറിയത്തില്ല എന്നിട്ടാ കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങിയതാ അത്. എനിക്ക് അവളെ കാണാനും അവൾക്ക് എന്നെ കാണണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ ഇങ്ങനെയല്ലാതെ വേറെ രീതി കാണാൻ പറ്റില്ലോ. അപ്പൊ എന്തേലും ഒരു കാരണം പറഞ്ഞ് അവള് മിറ്റുപടിക്കാൻ ഇറങ്ങുമ്പോഴോ അങ്ങനെ എപ്പോഴേലോ അവള് ഞാനും തമ്മിൽ കാണും. പക്ഷെ ഇന്നുവരെ അത് മുടക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെയെന്ന് പറയണം. ഒരു പക്ഷെ ചേച്ചി എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരിക്കോ? പോയിട്ടുണ്ടെങ്കിലും എനിക്കറിയാം. പോയിട്ടുണ്ടെങ്കിൽ അവൾ പുറത്തിറങ്ങിയിട്ട് അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറയും, അതെ ഞാൻ പോയിട്ട് വരാട്ടോന്ന്. അത് എന്നെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാന്നുള്ള കാര്യം എനിക്കറിയാന്ന് പറയാം. ഒന്നല്ല, ഞാൻ പെറ്റ വയറല്ല എൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. സ്വന്തം മോളെ കാണാതിരിക്കുമ്പോഴൊരു ബുദ്ധിമുട്ട്, ഒരമ്മയുടെ വിഷമം, അതെന്താന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നന്ദിതയെന്ന് ചോദിക്കണം. അതെനിക്ക് അറിയാമേന്ന് പറയണം. ആ സമയത്ത് ശ്രീകല ഫുഡ് കഴിക്കാണ്ട് അങ്ങോട്ട് വന്നിരിക്കുവാണ്. ശ്രീകല വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ശ്രീവിദ്യയും കൂടെ അങ്ങോട്ട് വന്നു. എല്ലാം ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കറി, പുട്ടും കടലക്കറിയൊക്കെ. ആഹാ കൊള്ളും, മോള് കൊള്ളാലോ. ഞാൻ ഉദ്ദേശിച്ചേക്കാളിൽ സൂപ്പറാണല്ലോ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ഉദയഭാനും കൂടെ അങ്ങോട്ട് വന്നു. അത് പിന്നെ പറയേണ്ടതുണ്ടോ, അവൾ എൻ്റെ മോളല്ലേന്ന് ചോദിക്കുക. അതെ അതെ, ഇനി നിങ്ങൾ അത് പറഞ്ഞാൽ മതി. അല്ലെങ്കിലും അവൾക്ക് എൻ്റെ കൈപ്പുണ്യം കിട്ടിയിരിക്കുന്നു പറയാ. അതിന് നിനക്കെന്ത് കൈപ്പുണ്യം ഉള്ളത്? നിനക്ക് വല്ല കൈപ്പുണ്യം ഉണ്ടോന്ന് ചോദിക്കാം. അതെ അതെ, ഇനി അത് പറഞ്ഞാൽ മതി. നീ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന എന്തേലും കറികൾ കൊള്ളാവെന്ന് ചോദിക്കുക. പിന്നെ എന്ന് വെച്ചാൽ നിൽക്കാൻ 5 നാരങ്ങ ഇഞ്ചി കറി ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞിട്ട് കൈ നോക്കിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. പെട്ടെന്ന് ഉദയഭാനു പറഞ്ഞു, ദേ മര്യാദയ്ക്ക് ഇരുന്നല്ല, നിന്നിപ്പം ഞാൻ ഇടിച്ചു കൂട്ടുമെന്ന് പറയാം. ശ്രീദേവി പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ? ഈ ഫുഡ് കഴിക്കാൻ വരുമെങ്കിലും മര്യാദയ്ക്ക് ഒന്നിരുന്ന് കഴിച്ചിട്ട് പോയിക്കൂടെന്ന് ചോദിക്കുകയാണ്. ശരി ശരി, ഉദയഭാനു പറഞ്ഞു, ഇങ്ങോട്ട് വിളമ്പ് ശ്രീകലയെന്ന് പറയണം. പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, വേണ്ടമ്മേ ഞാൻ വിളമ്പി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവി എന്ത് ചെയ്യണം, വിളമ്പി അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഉദയഭാനുവിനും ശ്രീകലയ്ക്കും കൊടുത്തു. അല്ല കടലക്കറി വേണ്ട അച്ഛന്, എനിക്ക് വയറ്റ് നല്ല ഗ്യാസാ മോളെന്ന് പറയണം. അത് കുഴപ്പമില്ല, കടലക്കറി കൂട്ടി നിർത്ത്, ഇന്നൊരു ദിവസം കൂട്ടി നിർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അച്ഛനെ കറിയും കൂടെ കൂട്ടി കഴിക്കാൻ പറഞ്ഞ് കടലക്കറി ഒഴിച്ചു കൊടുക്കണം. പിന്നീട് ശ്രീകലയ്ക്കും കൊടുത്തു. രണ്ടുപേരും കൂടി ഉരുട്ടി വായിലേക്ക് അങ്ങോട്ട് വെച്ചു. വായിലേക്ക് വെച്ചിട്ട് ഇറക്കാനും പറ്റില്ല, തുപ്പാനും പറ്റാത്തൊരവസ്ഥയിൽ രണ്ടുപേരും നിൽക്കുക. ഇതെന്താ പറ്റി? രണ്ടുപേരുടെയും തൊണ്ടയിൽ ഒട്ടിപ്പിടിച്ചു പോയോ? എന്താ അമ്മേന്ന് ചോദിക്കുകയാണ്. ഒന്നും മിണ്ടിയില്ല. രണ്ടുപേരും നേരെ വാഷിംഗ് ബേസിനകത്തേക്ക് ഓടുവാണ്. ഓടിപ്പോയി വായിക്കാത്തെല്ലാം തുപ്പിക്കളഞ്ഞ് വായെല്ലാം കഴുകുവാണ്. വിദ്യ പറഞ്ഞു, പണി പാളിയും തോന്നുന്നു ചേച്ചി നമ്മുടെ. എന്റെ ദൈവമേ, ഇന്ന് നമുക്ക് കോളാന്ന് പറയാണ്. ശ്രീകല അങ്ങോട്ട് പാഞ്ഞു വരുവാണ്. നീ എന്താണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ചോദിക്കാം. അല്ലമ്മ അത് പുട്ട്, ഇങ്ങനെയാണ്ടി പുട്ടുണ്ടാക്കണമെന്ന് ചോദിക്കുക. അല്ല നീ തിന്ന് നോക്കിയില്ലെന്ന് ചോദിക്കുകയാണ്. തിന്ന് നോക്കിയില്ല. അപ്പൊ ഇവൾക്ക് നീ കഴിക്കാനും കൊടുത്തില്ല വിദ്യക്ക്? ഇല്ല കഴിക്കാനും കൊടുത്തില്ല. അമ്മയൊക്കെ വന്നിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. എന്റെ പൊന്നും. അപ്പോഴേക്കും ഉദയഭാനും കൂടെ അങ്ങോട്ട് വന്നു. കൊള്ളാം, നിന്റെ കൈപ്പുണ്യം തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇതാ ഇപ്പഴാ സൂപ്പർ ആയിക്കെന്ന് പറയാണ്. ഇതേ മനുഷ്യ എന്റെ വായിന്ന് വല്ലതും കേൾക്കൂട്ടോ. വിശന്ന് മനുഷ്യൻ വന്ന് ഈ സമയത്താണ് ഇങ്ങനെ ഒരു കോപ്രായം. എടി ഇനി എന്നാടി നീ ഇതൊക്കെ പഠിക്കണമെന്ന് ചോദിക്കുക. നീ എങ്ങനെയാടി പുട്ടുണ്ടാക്കിയെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു, പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി. എങ്ങനെ? ആദ്യം പുട്ടിനെ കുഴച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചെല്ലാം ഒട്ടിയൊക്കെ പിടിച്ചു പോയി. അതുകൊണ്ട് എന്ത് ചെയ്തു, വേറെ കുറെ പൊടി എടുത്തെന്ന് പറയണം. എന്നിട്ടോ അപ്പോഴും വിദ്യ എന്നോട് പറഞ്ഞത്, പൊടി ഇട്ടു, പിന്നെ അതിനകത്ത് തേങ്ങ ഇട്ടു, പിന്നെ അതിനകത്തേക്ക് ഉപ്പിട്ട് അങ്ങോട്ട് അടച്ചു വെച്ചാൽ മതിയെന്ന്. അപ്പൊ നീ പൊടി നനച്ചൊന്നും ഇല്ലേ? അമ്മ അത് ആദ്യം നനച്ചപ്പോൾ ശരിയായില്ല, അതുകൊണ്ട് രണ്ടാമത് നനച്ചില്ലെന്ന് പറയണം. അങ്ങനെ വരട്ടെ, തേങ്ങ ഉപ്പ് സമാസമയം ഇട്ട് വീണ്ടും വെച്ചു. അത് വായിക്കകത്ത് വെള്ളപ്പം കൊള്ളാവോ? നീ ഇത് എന്നാടി എന്തോ പഠിക്കണേന്ന് ചോദിക്കണം. ഭാഗ്യം എന്റെ പൊന്നോ, ഇത് തിന്നു പോയായിരുന്നെങ്കിൽ പിന്നെ 10 ദിവസത്തിന് ഫുഡൊന്നും കഴിക്കണ്ട, വയറ്റിൽ കിടന്ന് കുതിന്ന് വന്നോളും, വിശക്കത്തേ ഇല്ലായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ഉദയഭാനു പറഞ്ഞു, ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും ദേ ബാലന്റെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഇവള് ഇഷാണ്ണാറ വരയ്ക്കുമെന്ന് പറയാം. ഇവിടുത്തെ അവസ്ഥയൊന്നും അല്ല അവിടെ. പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, ദേ അച്ഛനും അമ്മേനും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. അല്ല അമ്മയൊന്നും ഇവിടെ രാവിലെ കഴിക്കാൻ തരുന്ന എന്താ? പഴയ കഞ്ഞി. ഉച്ചക്കത്തെ കഞ്ഞി, വൈകുന്നേരം ആ കഞ്ഞി എന്നെ ചൂടാക്കി തരും, അങ്ങനെയല്ലേന്ന് ചോദിക്കാം. അതെ, അമ്മ ഇവിടെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാറില്ലല്ലോ, ആകെപ്പാടെ ഉണ്ടാക്കുന്ന ഒരു കൊഴുക്കട്ടയാ. അതെന്നെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു. പിന്നെ എങ്ങനെയാ ഞാനിതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുന്നേ? ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കണ്ടേന്ന് ചോദിക്കുകയാണ്.
ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകല പറഞ്ഞു, സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിലേ വീട്ടിൽ സാധനങ്ങൾ വേണം. അതിന് നിന്റെ അച്ഛനെ പണിയാൻ പോണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടെത്തരണം, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് പറയാം. അമ്മേ, അതാ ഞാൻ പറഞ്ഞേ, പിന്നെ ഞങ്ങൾ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു, ഡേ, നീ ഒരു പെണ്ണാണ്, നീ കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അത്യാവശ്യം പാചകമൊക്കെ പഠിച്ചിരിക്കണം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കേടി പോവാണ്. ശ്രീദേവി പറഞ്ഞു, ഈ അമ്മയുടെ ഒരു കാര്യം എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം എന്നുള്ളത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവളും കൂടെ അങ്ങോട്ട് കയറി പോവാണ്. ആ സമയത്ത് പുറത്ത് നന്ദിത ഇങ്ങനെ മുത്തശ്ശിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശി പറഞ്ഞു, എനിക്ക് ബാലനെങ്കിലും ഒന്ന് കാണണം, ഗോമതിക്ക് എന്തു പറ്റിയെന്ന് അറിയത്തില്ല, ഗോമതി ഇവിടെ ഇല്ലാന്ന് തോന്നേ, അവനെ കണ്ട് സംസാരിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയാം. അമ്മ വേണ്ട കേട്ടോ, എങ്ങാനും ഇനിയിപ്പം അന്തരണോ അച്യുതനെ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ നമ്മളിങ്ങനെ നിൽക്കുന്ന കണ്ടാൽ തന്നെ അത് മതി പ്രശ്നവും. പോരാത്തന്നെ അമ്മ ആ ബാലനോട് സംസാരിക്കുന്ന കണ്ടാലും പ്രശ്നമാവെന്ന് പറയാം. തൽക്കാലത്തേക്ക് അവരൊന്നും അറിയാൻ പോകുന്നില്ലെന്ന് പറയാണ്. അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് അച്യുതർമ്മ ഇറങ്ങി വരുന്നത്. എന്താ രണ്ടുപേരും കൂടെ ഒരു നിൽപ്പും കുശുവശിപ്പും. പെട്ടെന്ന് തന്നെ നന്ദിത പറഞ്ഞു, അത് പിന്നെ കുറുന്തോട്ടി നോക്കുക എന്ന് പറയണം. അമ്മയ്ക്ക് എന്തോ കാലിന് നല്ലൊരു വേദന, നല്ലതായി പ്രായത്തിൽ കുറുന്തോട്ടിയൊക്കെ ഇച്ചിരി എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കളിയാക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോവാ. അയാൾക്ക് മനസ്സിലായി ഇവരെന്തോ ഗൂഢതന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ടെന്ന്. പിന്നീട് രാവിലെ തന്നെ ബാലൻ കടയിലേക്ക് വേണ്ടിട്ട് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ബാലനകത്തേക്ക് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, അതേ ഗോമതി, ഞാൻ ഇറങ്ങും കേട്ടോ എന്ന് പറയണം. അപ്പോഴേക്ക് അനുസരി ആകാശം കൂടെ അങ്ങോട്ട് വന്നു. അനുസരി വന്നിട്ട് പറഞ്ഞു, അച്ഛൻ്റെ ബാഗ് എന്താന്ന് പറയണം. ആകാശം പറഞ്ഞു, അതേ, അച്ഛൻ എന്തിനാ അമ്മേനെ വിളിച്ചേ, അമ്മ ഇവിടെ ഇല്ലല്ലോ, അത് പിന്നെ പെട്ടെന്നൊരു ശീലമായി പോയല്ലോ, അതങ്ങനെ മാറ്റാൻ പറ്റില്ല, അതുകൊണ്ടാന്ന് പറയാണ്. ഇത് കേട്ടോണ്ടിരുന്നപ്പോൾ ആകാശം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അമ്മേനെ ഇങ്ങോട്ട് തിരികെ വിളിക്കാൻ പറയണം. അത് കേട്ടോണ്ട് മീനാക്ഷി അങ്ങോട്ട് വന്നു. മീനാക്ഷി പറഞ്ഞു, ശരിയാ, അമ്മേനെ തിരികെ വിളിക്കച്ചാ, അമ്മയും കൂടെ ഈ ദേവമംഗലത്തേക്ക് വന്നാലോ ഈ വീടിന്റെ ഐശ്വര്യം വരുവുള്ളൂ എന്ന് പറയണം. ആനന്ദ് വന്നിട്ട് പറഞ്ഞു, അതെ, മീനാക്ഷി പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ്, അമ്മേനെ തിരികെ വിളിച്ചോണ്ട് പോവാ, അമ്മ ഇല്ലാത്തോണ്ട് ഒരു രസമുള്ളെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, അവളെ ഞാൻ ഇറക്കി വിട്ടൊന്നുമല്ലോ, അവൾ തോന്നിയ ദിവസം ഇറങ്ങിപ്പോയതല്ലേന്ന് ചോദിക്കും. അത് പിന്നെ അച്ഛൻ പറഞ്ഞിട്ടല്ലേന്ന് മീനാക്ഷി ചോദിക്കുക. അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞില്ലായിരുന്നു അമ്മ പോവായിരുന്നോ, ഒരു കാരണവശാലും പോയില്ലായിരുന്നു പറയണം. ആനന്ദ് പറഞ്ഞു, അച്ഛാ, എൻ്റെ കല്യാണമാണ് അറിയാലോ, ഈ കല്യാണം അങ്ങനെ മുടങ്ങിപ്പോയിട്ടുണ്ട്, പിന്നെ ഞാൻ വേറെ പെണ്ണ് കെട്ടുകയല്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഏതാ, ഇവളുമായിട്ടുള്ള വിവാഹം എന്നെ നടക്കണം, അല്ലെങ്കിൽ വേറൊരു ബന്ധത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. ബാലൻ ആ പാടെ പെട്ടുപോയി. ബാലൻ പറഞ്ഞു, ഒരു കാരണവശാലും ഇതാരും അറിയാൻ പോകുന്നില്ല, ഉദയഭാനൊന്നും അറിയാനും പോകുന്നില്ല, നിന്റെ കല്യാണം ഞാൻ നടത്തും, ഞാനായിട്ട് തീരുമാനിച്ചാണെങ്കിലും ഞാൻ നടത്തും, എനിക്കത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ആരൊക്കെ ഇനിയിപ്പോൾ സഹകരിച്ചാലും കൊള്ളാം, സഹകരിച്ചില്ലേലും കൊള്ളാന്ന് പറയണം. പിന്നെ ഗോമതി, അവളെ ഞാൻ ഇങ്ങോട്ട് തിരികെ വിളിക്കും, നിങ്ങളാരും പ്രതീക്ഷിക്കുക വേണ്ട, ഞാൻ പോയി അവളുടെ കാല് പിടിച്ച് തിരികെ കൊണ്ടുവരത്തില്ല, അവൾ അവിടെ നിൽക്കട്ടെ, അവളുടെ ഇഷ്ടം അതാണെങ്കിൽ അവിടെ നിൽക്കട്ടെ എന്ന് പറയാ. ഇത് കേട്ടത് എല്ലാവരും ഒന്ന് ഞെട്ടി. കാരണം ഇങ്ങനെ അച്ഛൻ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ലതിനല്ലെന്ന് മനസ്സിലായി. നാളെ എന്താ സംഭവിക്കാൻ പോകുന്നു അറിയത്തില്ല. കല്യാണം മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ വേദന അത് വേറെ. എല്ലാം കൂടി അകത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആകാശിനും മീനാക്ഷിക്കും എല്ലാവർക്കും സമനിലയേറ്റുന്ന പോലെ തോന്നി. പിന്നീട് ബാലൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കല്യാണം മുടങ്ങിപ്പോന്നുള്ള പേടി കാണുമല്ലേ, ഉറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ ആനന്ദ് ശ്രീദേവിയുടെ കഴുത്തിൽ താലിയാർത്തും. അത് മാത്രമല്ല എല്ലാം നല്ല മംഗളകരമായിട്ട് നടക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് എൻ്റെ ചോര ഊറ്റി വിറ്റാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് പോവാണ്. എല്ലാവർക്കും ആ പടെ വിഷമായിപ്പോയി. ഈ സമയം അലോകും മിഥുനും കൂടെ കണ്ടുമുട്ടുവാണ്. മിഥുനോട് അലോക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. 2 ആഴ്ചയോടെ കഴിയട്ടെ എന്നാ വല്യച്ഛൻ പറഞ്ഞിരിക്കുന്നത് കമ്പനി ചേർക്കാനായിട്ട്. ഇത് കേട്ടോ മിഥുൻ പറഞ്ഞു, അതെ, നിന്റെ വല്യച്ഛൻ ആൾ ഊടാന്ന് പറയണം. അതെന്താ, അങ്ങേർക്ക് പുറത്തുനിന്ന് ഒരാളെ ഇറക്കാനായിട്ട് താല്പര്യമില്ല, അതുകൊണ്ടല്ലേ അങ്ങേര് ഇങ്ങനെ വെച്ച് താമസിപ്പിച്ചോണ്ടിരിക്കണേ. നീ ഉദ്ദേശിച്ച പോലൊന്നും അല്ലാന്ന് പറയണം. പിന്നെ അല്ല പോലും എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അയാൾ കാഞ്ഞ വിത്ത് അയാളെ ഒന്ന് സൂക്ഷിച്ചോളാൻ പറയാണ്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ, ഞാൻ അങ്ങോട്ട് കയറുന്ന അയാൾക്ക് ഇഷ്ടമില്ലാന്ന് തോന്നുന്നു പറയണം. അങ്ങനെയൊന്നും ഇല്ല അല്ല മിഥുനെന്ന് പറയണം. എങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ അവിടെ കയറിട്ടാണെങ്കിൽ നിനക്ക് നല്ലെന്ന് മാത്രമേ വരത്തുള്ളൂ. നിങ്ങളുടെ ഏറ്റവും വലിയ പൊതുശത്രുവാണല്ലോ ആര്യന്. നിങ്ങൾ അത്രയും കാലം ഉണ്ടാക്കിയ ഒരു 100-150 പവന്റെ സ്വർണ്ണമായിട്ടല്ലേ അവള് മുങ്ങിയത്. അപ്പോൾ അവളെ വെറുതെ വിടാനായിട്ട് ഞാൻ കൂട്ടാക്കുന്നില്ല. കാരണം ആര്യനിട്ടുള്ള പണി കൊടുക്കണം, എങ്കിൽ മാത്രം അവൻ നോവുള്ളൂ. ആര്യനിട്ട് പണി കൊടുത്ത് അവൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടണം. പിന്നെ മിത്രയുടെ കാര്യം, മിത്രയാണ് പിന്നെ ഞാൻ അങ്ങോട്ട് എത്തിച്ചേക്കാന്ന് പറയണം. അത് മതി മിഥുനെ, നീ എനിക്കൊരു സപ്പോർട്ടാ, നീ എൻ്റെ ഒരു കുടുംബത്തിലെ അംഗം പോലെ, കൃഷ്ണമംഗലത്തിലെ ആളാണ് ഇപ്പം നീ എന്നൊക്കെ പറഞ്ഞിട്ട് മിഥുനെ അങ്ങോട്ട് പുകഴ്ത്തി വിടുവാണ്. മിഥുൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. മിഥുനല്ല അലോക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മിഥുന് ആകെപ്പാടെ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ബാലൻ ആകെപ്പാട് ടെൻഷൻ അടിച്ച് കടയിലിരിക്കുകയാണ്. അങ്ങനെ ഗോമതി സ്റ്റോഴ്സിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്ന് സാധനം മേടിക്കുകയാണ്. സാധനം മേടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നതിന് പൈസ കൊടുത്തു. പൈസ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ബാലൻ നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ പോലെ. പെട്ടെന്ന് രാമേട്ടൻ വന്നിട്ട് പറഞ്ഞു, എടാ ബാല, ആ പണം എടുത്തിട്ട് ബാക്കി നീ പൈസ കൊടുത്തു വിടാൻ പറയാണ്. ഇത് കേട്ട് ഞാൻ ബാലനൊരു സ്വപ്നത്തിൽ നിന്ന് എന്നോട് ഞെട്ടി ഉണരുവാണ്. എന്താ രാമേട്ടാന്ന് ചോദിക്കുകയാണ്. പൈസ കൊടുക്കാൻ. ഓ, പൈസ കൊടുത്തില്ലോ. പെട്ടെന്ന് തന്നെ
പൈസ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അയാൾ പോയി കഴിഞ്ഞപ്പോൾ രാമേട്ടൻ ചോദിച്ചു, എന്താ ഇത്, നിനക്കിത് എന്ത് പറ്റിയടാ, ആകെപ്പാടൊരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയാണ്. എൻ്റെ പ്രശ്നം ഗോമതിയാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഞെട്ടലോട് കൂടി ആകാശ് അച്ഛനെ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.